ഹലോ ഗേസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ട് വീട്ടിൽ പോയില്ലായിരുന്നോ, അതോ വേറെ എവിടെയെങ്കിലും കറങ്ങിയിട്ടെങ്കിൽ പോകുന്നതാണെന്ന്. ഇല്ല അച്ഛാ, ഞങ്ങൾ പോയിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞാൽ സച്ചി പറയും. അന്നേ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വന്നത്, പിന്നെ നീ എന്താ പുതിയ ഡ്രസ്സ് വല്ലതും മേടിച്ചോ, അങ്ങോട്ട് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ലല്ലോ ഇട്ടിരിക്കുന്നത്, നീ രേവതിയുടെ അമ്മ മേടിച്ചു തന്ന ഷർട്ടല്ലേ ഇട്ടിരുന്നതെന്നൊക്കെ ചോദിക്കും. അതവിടെ ചെന്നപ്പോൾ ചായ വീണപ്പോൾ ഞാൻ കഴുകാൻ കൊടുത്തെന്നുള്ള പരുവത്തിൽ പറയുകയാണ് സച്ചിയെ. പക്ഷേ അന്നേരം രേവതി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട് ആണി കൊണ്ട് കീറിയെന്ന്. ഇത് രണ്ടുപേരോട് ഇങ്ങനെ വെവ്വേറെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരും കൂടെ നോക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരും. എന്നിട്ട് ചോദിക്കുക അതെന്താ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറയുന്നു. ഉടനെ സച്ചി പറയും, അതല്ല, ഞാൻ എൻ്റെ ചായ വീണ ഷർട്ട് കഴുകാൻ കൊടുത്തിരുന്നു രേവതിയുടെ ഇടയിൽ. അപ്പോൾ രേവതി അത് അങ്ങോട്ട് കൊണ്ടുപോയ സമയത്ത് ഒരാണി കൊണ്ട് കീറി, അപ്പം പിന്നെ ഞങ്ങളത് അവിടെ വെച്ചിട്ട് പോകുന്നതെന്നൊക്കെ പറയും. ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, പിന്നെ ഇവൻ്റെ ഷർട്ടേ ചായ വീഴുമെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മ ഇവന് വേറെ ഷർട്ട് മേടിച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നു, ഇതൊന്നും ചുമ്മാ പറയുന്നതാ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇവനല്ലേ ആളെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ചന്ദ്രമതിയെ വഴക്ക് പറയുന്നുണ്ട് അച്ഛമ്മ. ആ സമയത്താണ് അങ്ങോട്ട് വർഷയും ശ്രീകാന്ത് ഇറങ്ങി വരുന്നത്. അപ്പം വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് എന്ന്. എന്നാ പറയും, ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയത് തിരിച്ച് വന്നപ്പം വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നെന്ന് ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അതിനെന്താ ഇത്ര കാര്യം, അതൊന്നും വലിയ കാര്യമാണോ, ഞാനാണെങ്കിൽ ഒരു ദിവസം 4 ഡ്രസ്സ് വരെ മാറാറുണ്ട്, ഞാൻ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ് കൂടെ എക്സ്ട്രാ കരുതാറുണ്ട്, അങ്ങോട്ട് പോകുന്ന ഡ്രസ്സ് ആയിരിക്കില്ല ചിലപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇട്ടുകൊണ്ട് വരുന്നത്, അതിലൊക്കെ എന്താ ഇത്ര പറയാനിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങ് വല്ലാതാകുന്നു. ഇത് കേൾക്കുന്ന അച്ഛമ്മ പറയുന്നുണ്ട്, വർഷ പറഞ്ഞതാ ശരി, ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഒന്നും വേണ്ടെന്ന്. ഉടനെ ശ്രീകാന്ത് പറയും, ഏട്ടാ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുക, തിരിച്ചു വരുമ്പോഴത്തേന് ഈ വീടൊക്കെ ഒന്ന് അലങ്കരിക്കാനായിട്ട് ഏട്ടൻ നിൽക്കണമെന്ന് പറയും. ഞാനോ എന്ന് ചോദിക്കും. അതെ, നീ തന്നെ നിന്നാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേന് വീട് നന്നായിട്ട് അലങ്കരിച്ചിരിക്കണം, ബലൂണൊക്കെ നല്ലതായിട്ട് വീർപ്പിക്കണം കേട്ടോ, വീർപ്പിക്കുന്ന കാര്യത്തിൽ ചേട്ടൻ നല്ല മിടുക്കനാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി അങ്ങ് ചമ്മിയുള്ള പരുവത്തിലൊക്കെ നിൽക്കുകയാണ്. അന്നേരം ശ്രീകാന്തും വർഷയും പറയും, എന്നാൽ ഞങ്ങൾ പുറത്ത് പോയിച്ച് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവർ പുറത്ത് പോകും. അപ്പോൾ സച്ചിയും പറയും, ഞാനൊന്നൊരു ഓട്ടം ഉണ്ട്, അതിന് വേണ്ടി പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചിൻ പോയി കഴിയുമ്പോഴത്തേന് ശ്രുതിയും കൂടെ പറയുന്നുണ്ട്, എന്തോ പ്രശ്നം അവരുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്, അതെങ്ങനെയും കണ്ടുപിടിക്കണമെന്ന്. അച്ഛമ്മ അന്നേരം രവിയോട് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിവിടെ വന്നപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞടാ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടെ ഒക്കെ ഉള്ളപ്പോൾ ഒരു രസമല്ലേ എന്നൊക്കെ. അതല്ലേ അമ്മേ ഞാനും ഇതെല്ലാം അങ്ങ് ആസ്വദിച്ചൊക്കെ കൂടെ നിൽക്കുന്നത് എന്ന് രവിയും പറയുന്നുണ്ട്. പിന്നീട് രേവതി ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നിങ്ങൾ ഇന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങി വന്നത്, വീട്ടിൽ എന്തെങ്കിലും സംഭവം നടന്നോന്ന്. ഒരു സംഭവം നടന്നില്ല, പക്ഷെ നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ, പിന്നെ നിങ്ങൾ ആ ഷർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും രണ്ടുപേരും 2 രീതിയിലാണ് പറഞ്ഞത്, അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കും. ഞാനൊരു പ്രശ്നവും ഉണ്ടായിട്ട് പറയുന്നില്ല, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേനുടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിന്നോട് നിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ നിനക്ക് പിടിച്ചില്ലല്ലേ, കണ്ടില്ലേ, അതുപോലെ തന്നെയുള്ളൂ, എൻ്റെ പേഴ്സണലായ കാര്യം നീ വീട്ടിൽ ചെന്ന് പറയുകയും അവരെന്നോട് ചോദിക്കുകയും ചെയ്തപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയും. ഉടനെ രേവതി പറയും, ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നവും നടന്നിട്ടില്ല, ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷന് എൻ്റെ അനിയത്തിയും അമ്മയും വന്ന് പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന്. എന്നിട്ട് അങ്ങോട്ട് പോകുന്ന ശ്രുതിയെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, ഞാനും സച്ചേട്ടനും വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വീർപ്പിച്ച് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കാനും ഇന്നത്തെ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താനും അല്ലേ നിൻ്റെ ഉദ്ദേശം, അതൊന്നും നടക്കത്തില്ല, ഞങ്ങൾ ഇന്ന് ഈ ഫംഗ്ഷൻ ഇവിടെ നന്നായിട്ട് തന്നെ നടത്തും എന്ന് പറയുമ്പോഴത്തേന് ശ്രുതി അങ്ങ് ചമ്മിപ്പോകുന്നുണ്ട് കേട്ടോ. ശ്രുതി പിന്നെ അകത്തേക്ക് അങ്ങ് കയറിപ്പോകും. പിന്നീട് കാണിക്കുന്നത് ആൻ്റണി ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് പൂമാലയൊക്കെ ആയിട്ട് ശരത്തും ഒരു കൂട്ടുകാരനോടെ നിൽപ്പുണ്ട്. അപ്പോൾ ആൻ്റണിയെ ഇവർ വരുന്ന ഉടനെ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കും. ഉടനെ ആൻ്റണി ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ, എന്നാലും ജയിലിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ ഞങ്ങളുടെ ഒരു നേതാവല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്വീകരിച്ചെന്നേ ഉള്ളെന്ന് പറയും. ഉടനെ ആൻ്റണി ശരത്തിനോട് പറയുന്നുണ്ട്, എടാ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ് കേട്ടോ, നിൻ്റെ ചേച്ചിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല, സച്ചി വെള്ളം അടിക്കുന്നത് ഞാനൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ, പക്ഷേ ആ സുമിത്തല്ലേ അത് മുഴുവൻ വീഡിയോ ഇട്ടത്, ഞാൻ അവനോട് പറഞ്ഞതാ ഇടല്ലേ എന്ന്, പക്ഷെ അവൻ ചെയ്ത് അവനെ ഞാൻ വെറുതെ വെച്ചേക്കില്ലെന്നൊക്കെ പറയുമ്പോഴത്തേനും കൂടെയുള്ള ഗുണ്ട പറയുന്നുണ്ട്, ആൻ്റണിയേട്ടൻ പറഞ്ഞ അന്ന് തന്നെ ഞാൻ അവനെ തല്ലി ഒതുക്കി നാട് വിടിയിച്ചിട്ടുണ്ടെന്നൊക്കെ. സച്ചിയേട്ടൻ്റെ രേവതി ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അവർ രണ്ടുപേരും രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ
ഞാനാണെങ്കിൽ അവർക്കൊരു സാരിയും ഷർട്ടും ഒക്കെ മേടിച്ചു കൊടുത്തിരുന്നു. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് ഊരി എൻ്റെ മുഖത്തെറിഞ്ഞിട്ടാണ് പോയെന്നൊക്കെ ശരത്ത് ആൻ്റണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയും, എന്തായാലും ഈ ഫംഗ്ഷന് നീ പോകണം, വൈകിട്ട് അവരുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ആ ഫംഗ്ഷന് നീ പോയേ പറ്റത്തുള്ളൂ, നീ എന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൊടുക്കണം എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു 3000 രൂപ മേടിച്ച് ശരത്തിൻ്റെ കൊടുക്കുന്നുണ്ട്. അവർക്കൊരു സാരിയും ഒരു ഷർട്ടും ഒക്കെ വീണ്ടും മേടിച്ച് നീ കൊണ്ട് കൊടുക്കണം. എന്തായാലും അവർക്ക് രേവതിക്ക് ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ, അതുകൊണ്ട് നീ ചെന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു വിടുവാണ്. അപ്പം കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആൻ്റണി ചേട്ടാ അങ്ങനെ ചെയ്തത്, അവന് കാരണമല്ലേ നമ്മളിപ്പം ജയിലിലൊക്കെ പോകേണ്ടി വന്നത് എന്ന് പറയും. എടാ, സച്ചിക്കെട്ട് കൊട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമായത്. ഇവൻ ഈ ഷർട്ടും സാരിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേന് സച്ചിക്ക് ഇഷ്ടപ്പെടുകയില്ല, സച്ചി ഇവനെ തല്ലും, അവിടെ ബഹളമാകും, ആ പ്രശ്നമല്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകുകയും അവിടെ ആ ഫംഗ്ഷൻ അങ്ങ് അലങ്കോലപ്പെടുകയും ചെയ്യുമല്ലോ, അത് മതി എനിക്കെന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിൻ്റെയും രേവതിയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരും കൂടെ കൂടി. അപ്പോഴത്തേന് രവി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങനെയുണ്ട്, വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടില്ലേ, പിള്ളേരെ ചെയ്തതല്ലേ എന്നൊക്കെ പറയും. നന്നായിട്ടുണ്ടെന്ന് പറയും. ആ സമയത്ത് രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് നല്ല പച്ചസാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. അത് കാണുമ്പോഴത്തേനും മുത്തശ്ശി പറയും, ഞങ്ങളുടെ രാജകുമാരി വന്നല്ലോ, സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ, ഇങ്ങനെ വന്നേന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറയും, എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ മോളെന്ന്. അപ്പം സച്ചി അങ്ങോട്ട് വരുമ്പോൾ രേവതി സുന്ദരിയായിട്ട് നിൽക്കുന്ന കാണും പറയും, നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അന്നേരത്തേനുടനെ ശ്രുതിയൊക്കെ ഇറങ്ങി വരിക. ചന്ദ്രമതിക്കാണ് ഇതൊന്നും ഇഷ്ടപ്പെടാൻ മുഖം വീർപ്പിച്ചാണ് വന്ന് ഇറങ്ങി നിൽക്കുന്നത്. അങ്ങനെ സച്ചി പറയും, അച്ഛാ ബാ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഇവർ സെൽഫിയൊക്കെ എടുക്കുകയാണ്. അപ്പം ചന്ദ്രമതി എന്നിട്ട് പറയും, ഈ സെൽഫി എടുക്കുന്ന കാണാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കും. അതിനാണോ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ ചോദിച്ച് അച്ഛമ്മ വഴക്ക് പറയാണ്. അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടെ ഒരു കേക്കൊക്കെ മേടിച്ച് വരുമ്പോഴത്തേന് ശ്രുതിയും വന്ന് ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന്. അപ്പോൾ ഇത് കേക്കാന്ന് പറയും. കേക്കോ, എന്തിനാടാ കേക്കൊക്കെ, ഒരു ലഡു വെച്ച് എല്ലാവർക്കും കൊടുത്താൽ പോരായിരുന്നോ എന്നൊക്കെ ശ്രുതി ചോദിക്കും. അത് നിൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ചെയ്താൽ മതി എന്ന് സച്ചിയും പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേന് ശ്രുതി ചോദിക്കുന്നുണ്ട്, ശരിക്കും ഇത് ഏത് ഫ്ലേവറാടാന്ന്. അത് ബ്ലാക്ക് ഫോറസ്റ്റാന്ന് പറയും. ഉടനെ പറയും, എന്തായാലും അത് എനിക്ക് ഇഷ്ടപ്പെട്ട്, അത് കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും കൂടെ മുറിച്ചാൽ മതി, ഇപ്പോൾ തൽക്കാലം കുറച്ച് എനിക്ക് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞ് എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും, എന്തുവാടേ ഈ കാണിക്കുന്നത്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് മുറിക്കുമ്പോൾ തന്നോളാമെന്ന്. ശ്രുതിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇവൻ ഇങ്ങനെ ആക്രാന്തം പറയുന്നൊന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഒന്ന് ശ്രുതിക്കിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ നമ്മൾ അങ്ങോട്ട് ചെല്ലണോ എന്ന്, അത് നമ്മൾ ചെല്ലുന്ന ഇഷ്ടപ്പെട്ട് കാണുകയില്ല, സച്ചിക്ക് ദേഷ്യമായിരിക്കുമെന്ന്. സച്ചി കേട്ടിന് നമ്മളോട് ദേഷ്യമില്ല, ശരത്തിനോട് മാത്രമല്ലേ ഉള്ളൂ അമ്മേ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാമെന്ന് പറയും. ഇവർ കയറി വരുന്നത് ചന്ദ്രമതി കാണുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അങ്ങ് കയറി പോവുകയാണ്. ഇവർ അകത്തേക്ക് വരുമ്പോഴത്തേക്കും രേവതി കാണും. ഇവരെ കാണുമ്പോൾ അമ്മയെ ദേവു എന്ന് പറഞ്ഞ് ഓടി വന്ന് ഇങ്ങനെ ഇവരെ സന്തോഷിപ്പിച്ച് അടുത്തൊക്കെ നിൽക്കുകയാണ്. അപ്പം പറയും, മോളെ നീ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്നുള്ളത് പറയും. ഞാൻ ഓർത്ത് ഇനി അമ്മയൊക്കെ വരാതിരിക്കുമോ എന്ന് ഓർത്തെന്നൊക്കെ പറയും. ഇവർ പിന്നെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട്, ലക്ഷ്മി വാ ഇരിക്കുന്നൊക്കെ പറയും. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛമ്മ എന്തിയെ, ശരത്ത് എന്തിയെ എന്നൊക്കെ ചോദിക്കും. പറയും അവന് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ രേവതി സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് മഹിമ അങ്ങോട്ട് വരികയാണ്. മഹിമയെ കണ്ട് വർഷയും ശ്രീകാന്തും സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ വർഷ ഓടിച്ചെന്ന് അമ്മ എന്നാണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അവരെ കണ്ടു കഴിയുമ്പോഴത്തേന് രേവതിക്കും സച്ചിക്കും എന്തോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മൈൻഡ് അതൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെയും വിളിച്ച് അകത്തിരുത്തുന്നൊക്കെ ഉണ്ട്. അന്നേരത്തേനുടനെ രേവതി സച്ചി പറയുന്നുണ്ട്, അച്ഛാ പിന്നെ ഇവർ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോളാൻ പറയണം, പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ എന്തെങ്കിലുമൊക്കെ സാധനം കാണാൻ പോയി, സ്വർണം കാണാൻ പോയി, മാല കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞത് ഞങ്ങളെടുത്തെന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കണ്ടെന്ന്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ ഒരു ഫംഗ്ഷനിലുണ്ടായ പ്രശ്നമൊക്കെ മാറ്റാൻ വേണ്ടി അടുത്ത ഫംഗ്ഷന് ഇവരെയും വിളിച്ചിരിക്കുന്നത്. ഞാൻ വർഷയോട് പറഞ്ഞിരുന്നു അച്ഛനെയും അമ്മയും വിളിക്കണമെന്ന്, അതുകൊണ്ടാണ് ഇവർ വന്നതെന്നൊക്കെ പറയും. ഉടനെ മഹിമ പറയുന്നുണ്ട്, അവർ പറഞ്ഞോട്ടെ, അവർക്ക് അതുപോലെ വിഷമം ഉണ്ടായില്ലേ, ഞങ്ങൾ അങ്ങനെയൊക്കെ പറയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ എന്ന് 2 പേരോടുമായിട്ട് പറയുന്നുണ്ട്. 2 പേർക്കും വെഡിങ് ആനിവേഴ്സറി ആശംസകൾ എന്നൊക്കെ പറയും. അപ്പോൾ താങ്ക് യു ആൻറ്റി എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ കറുപ്പിച്ച് നിർത്തിയിരിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.